വിധുവണ്ണന്റെ ഗാനമേള അടിപൊളിയായിരുന്നു കേട്ടോ. അവരെനിക്ക് തന്ന സർപ്രൈസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ബാംഗ്ലൂർ എയർപോർട്ട് എൻ്റെ രക്ഷയില്ല. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ടീച്ചർമാ എക്സ്ട്രീംലി ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിനെ വിട്ടു പോകാൻ മനസ്സ് വരുന്നില്ല, എന്നാലും പോയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് പോവാണ്. ഇപ്പൊ രാവിലെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീച്ചർമാ ഇന്നലെ മേടിച്ച ചെരുപ്പാണ് കേട്ടോ, ഇന്ന് തറ്റേറതാണ്. ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്ത് പോവാണ്. നിങ്ങൾ എപ്പോൾ ഹോട്ടലിൽ താമസിച്ചാലും അവിടെ അത് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ റൂമിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. സോ റൂം ഒരുപാട് നന്ദി. അതുപോലെ തന്നെ റൂമിലുള്ള ഓരോ സൗകര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. അവിടെയുള്ള ഓരോ സ്റ്റാഫിനും ആ ഹോട്ടലിനും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കും, നമുക്ക് പൈസ ഉള്ളത് കൊണ്ടാണല്ലോ ഹോട്ടലിൽ റൂം എടുക്കാൻ പറ്റിയത്, മണിക്ക് നന്ദി പറയുക. അതുപോലെ നമുക്ക് യാത്ര ചെയ്യാൻ അവസരം തരുന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുക. ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഡിയേഴ്സ്. പിന്നെ നമ്മൾ നേരെ പോയത് സ്വീറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ടാണ്. നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ മേടിക്കണമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ബാംഗ്ലൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തു. നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സ്വീറ്റ്സ് വാങ്ങി. എനിക്ക് പണ്ട് മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഷുഗർ മാക്സിമം ഞാൻ കട്ട് ചെയ്യണം, വളരെ കുറച്ച് മാത്രമേ മധുരം ഉപയോഗിക്കുള്ളൂ. ബാംഗ്ലൂർ മജസ്റ്റിക്കിലുള്ള സംഘം എന്നാണ് ഈ സ്വീറ്റ്സ് കടയുടെ പേര്. വളരെ ഫേമസ് ആണെന്നാണ് പറയുന്നത് ഇവിടുത്തെ സ്വീറ്റ്സുകൾ. നമ്മൾ കുറച്ച് സ്വീറ്റ്സും കുറച്ച് നംകീനും മേടിച്ചിട്ടുണ്ട്. ഇതവിടെ ഒരു ATM ഉണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നപ്പോൾ ഒരു ജ്യൂസ് കടയുടെ മുന്നിലെത്തി. നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്തു. ബദാം ഷേക്കാണ് ഞങ്ങൾ വാങ്ങിയത്. ചേട്ടൻ വേറെന്തോ ഒരു ജ്യൂസാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ എയർപോർട്ടിലേക്ക് പോവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിനെ വിട്ടു പോകാനായിട്ട് 1% പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പോകുമ്പോൾ എല്ലാവർക്കും ഒരു മിസ്സിങ് ഫീലിംഗ് തന്നെയായിരുന്നു. കാരണം ഇത്രയും ദിവസം ബാംഗ്ലൂരിൽ താമസിച്ചിട്ട് നമുക്ക് കണ്ടു മതിയായില്ല, ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ട് എൻ്റെ രക്ഷയില്ല, ഇത് ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ. നിങ്ങൾ കണ്ടോ, ബാംഗ്ലൂരിൻ്റെ എയർപോർട്ടിനകത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് പ്ലാസ്റ്റിക് ചെടിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. പ്ലാസ്റ്റിക് ആണെങ്കിൽ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത് ഒറിജിനലാണോ, ആ തൂക്കിയിട്ടേക്കുന്ന ഒറിജിനലാണോ പ്ലാസ്റ്റിക് ആണോ എന്നറിയില്ല. എയർപോർട്ടിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഏതോ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കോ അല്ലെങ്കിൽ ഒരു നല്ല പാർക്കിലേക്കൊക്കെ കയറുന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ. എയർപോർട്ടിനകമാണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, അത്രയും ബ്യൂട്ടിഫുള്ളാണ് ബാംഗ്ലൂർ എയർപോർട്ട്. വീട്ടിൽ ചെല്ലുക, നേരെ പെട്ടി കൊണ്ടുവന്ന് വെക്കുക, വിധുവണ്ണൻ്റെ ഗാനമേളയ്ക്ക് പോവുക. ഇതാണ് ലക്ഷ്യം. ശരിക്കും വിധുവണ്ണൻ്റെ ഗാനമേള ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ ചേട്ടനോടും പിള്ളേരോടും പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഇന്ന് ഗാനമേളയ്ക്ക് പോയി പൂരം ഡാൻസ് ചെയ്യാമല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് മനസ്സിലുള്ളത്. ഉത്സവപ്പറമ്പിൽ ഡാൻസ് ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ നോക്കുന്നുണ്ടോ, അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ എൻ്റെ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഒരുപാട് പേര് ക്ലാസ്സിൽ പങ്കെടുത്തവരും അല്ലാതെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ടീച്ചറമ്മ ട്രാവൽ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ കൊതിയായിരുന്നു. ശരിക്കും ഞാൻ യാത്രകളെ ശരിക്കും പ്രണയിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇനി അടുത്ത ഏത് ട്രിപ്പാണെന്ന് അറിയില്ല, നോക്കട്ടെ. സാഹചര്യത്തിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ. എനിക്ക് എപ്പോഴും ട്രിപ്പ് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, കാരണം നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ടൈം വരുമ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ ചേട്ടാ നമുക്ക് പോകാം എന്ന് പറയും, പെട്ടി വയ്ക്കുകയും പോവും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തിയപ്പോൾ കണ്ടതാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവർ വേസ്. ഞാൻ പാട്ടും പാടി എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ദേ നിൽക്കുന്നു സർപ്രൈസായിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്. ഇവർ നേരത്തെ വിളിച്ച് അൻചേട്ടനോട് പറഞ്ഞിരുന്നു. അൻചേട്ടനും എൻ്റെ സ്റ്റുഡൻസും ചേർത്ത് എനിക്ക് തന്ന ബിഗ് സർപ്രൈസാണ് കേട്ടോ. ഇത് വലിയ സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെ നമ്മുടെ സ്റ്റുഡൻസിനോട് കുറച്ച് നേരം സംസാരിച്ച് നിന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഹായ്, എയർപോർട്ടിൽ നിന്ന് ഞങ്ങള് വീട്ടിലെത്തി. ഒന്ന് ഫ്രഷ് ആയി, ഫുഡൊക്കെ കഴിച്ചു. ഇനി ഞങ്ങള് പുറ്റിങ്ങ അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ ഇന്ന് വിധു പ്രതാപിന്റെ ഗാനമേളയാണ്. എക്സൈറ്റഡ്?
എന്നാ നമുക്ക് പോവാം അങ്ങോട്ട്. ഇത് പ്രതാപിന്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഓടുന്നു. ബിഗ് ഫാൻ, ബിഗ് ഫാൻ. മണ്ണ് നുള്ളിയിട്ടാൽ താഴെ വീഴില്ല എന്ന് പറയുന്ന അവസ്ഥയിലായിരുന്നു അവിടുത്തെ ജനസമുദ്രം. ഉത്സവമൊക്കെ കണ്ടു കഴിഞ്ഞ് വിധുവണ്ണൻ്റെ ഗാനമേള കാണാനായിട്ട് എല്ലാവരും സ്റ്റേജിന് മുന്നിലായിട്ട് തടിച്ചുകൂടിയിരിക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റ ബൈ ബൈ, ലവ് യു.